ഇപ്പോൾ സിനിമ ന്യൂസുകൾ എടുത്തു നോക്കിയാൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു പേരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ 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 ഹേമ. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഏതാണ്ട് 1 കോടി രൂപ മുടക്കിയിട്ടാണ് 2017 സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിച്ചത്. ഈ മേഖലയിൽ അന്തസ്സോടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എതിരെയുള്ള റിപ്പോർട്ടാണോ എന്ന് സംശയിക്കേണ്ടി ഇരിക്കുന്നു ഈ ഒരു സംഭവം. പുറത്തുവിട്ട റിപ്പോർട്ടിൽ വില്ലന്മാരുടെ പേരുകളില്ല, എല്ലാം ഊഹാപോഹങ്ങൾ മാത്രം. അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നതല്ലാതെ ആര് എപ്പോൾ ചെയ്തു എന്നൊന്നും ആരും പറയുന്നില്ല. ഇത്രയും പിന്തുണ സമൂഹത്തിൽ നിന്നുണ്ടായിട്ടും സിനിമാ മേഖലയിലെ ഒരു സ്ത്രീ കൂട്ടായ്മകളും സിനിമാ മേഖലയിലെ വില്ലന്മാരുടെ പേരുകൾ ഇപ്പോഴും പുറത്തു പറയുന്നില്ല. അതേസമയം സിനിമാ മേഖലയിലെ സ്ത്രീകൾ മോശക്കാരികളാണെന്ന് കാണിക്കാൻ ഈ മേഖലയിലെ സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് രസകരമായ കാര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന നടന്മാർ ആരാണ് എന്ന് ആർക്കും ഒരു നിശ്ചയവും ഇല്ല. അതേസമയം റിപ്പോർട്ടിൽ പറയുന്ന നടിമാരുടെ പേരുകൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ അവർക്ക് നേരെയാണ് സൈബർ ആക്രമണങ്ങൾ. അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിലും ആക്രമിക്കപ്പെടുന്നത് നടിമാർ തന്നെയാണ് എന്ന് ചുരുക്കം. എല്ലാ മേഖലയിലും ഉള്ള പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലും ഉണ്ട് എന്നല്ലാതെ ഇപ്പോഴത്തെ ആരോപണങ്ങളിൽ പലതും അസൂയയിൽ നിന്നും കഴിവില്ലായ്മയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നോ എന്ന് പറയാൻ ഇവർക്കറിയില്ലേ? ആരെങ്കിലും മോശമായി പെരുമാറിയാൽ നിയമപരമായി നേരിടാൻ ഉള്ള കഴിവില്ലേ ഇവർക്കൊന്നും? പ്രതികരിച്ചാൽ അവസരം പോകും എന്ന് കരുതി പ്രതികരിക്കാതിരുന്നു എന്ന് പറയുന്നത് വെറും തറ ന്യായീകരണം മാത്രമാണ്. അത്തരക്കാർ സിനിമാ മേഖലയിൽ എന്നല്ല ഏത് മേഖലയിലും ചൂഷണത്തിന് നിന്നു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമേജ് സിനിമാ രംഗത്ത് ഉന്നതിയിൽ നിൽക്കുന്ന സ്ത്രീകൾ എല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഈ മേഖലയിൽ വന്നവരാണ് എന്നതാണ്. നിങ്ങൾ എത്രയൊക്കെ സഹകരിച്ചു എന്ന് പറഞ്ഞാലും ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ അത്രയേ ഉള്ളൂ. സിനിമ ഇൻഡസ്ട്രിക്ക് വേണ്ട പ്രൊഫഷണൽ മികവ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്വന്തം കഴിവ് കൊണ്ടും പ്രൊഫഷണൽ മികവ് കൊണ്ടും ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്ന സ്ത്രീകളോടുള്ള അസൂയ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ഉണ്ട് എന്നത് സത്യമല്ലേ? സിനിമാ മേഖലയിൽ അവസരമുള്ള അല്ലെങ്കിൽ തിരക്കുള്ള നടിമാർ എല്ലാം അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുമ്പോൾ ഒരു മനസുഖം. ഇതിൻ്റെ എല്ലാം പിന്നിൽ സിനിമയിലെ തന്നെ സ്ത്രീകൾ ആണെന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രൊഫഷണൽ ജലസി, ഗ്രൂപ്പിസം എന്നിവയിൽ നിന്നൊക്കെ രൂപം കൊണ്ട ആരോപണങ്ങൾ ആണ് പലതും. അല്ലായിരുന്നുവെങ്കിൽ നിയമപരമായി രൂപം കൊണ്ട കമ്മീഷന് മുന്നിൽ നൽകിയ മൊഴികൾ പരസ്യമായി പറയാൻ എല്ലാവരും മുന്നോട്ട് വരുമായിരുന്നു. മൊഴി കൊടുത്താൽ മതി, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. അതിന് ആരും തയ്യാറല്ല എന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണം എന്ന് എത്ര സിനിമാ നടിമാർ ആവശ്യപ്പെട്ടു? റിപ്പോർട്ടിന്റെ മുക്കും മൂലയും മാത്രം പുറത്തുവിട്ടിട്ട് ഇത് സിനിമയിലെ സ്ത്രീകളുടെ വിജയം എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തുന്ന സിനിമയിലെ വനിതാ കൂട്ടായ്മകൾ ഒക്കെ എത്ര അശ്ലീലം ആണെന്ന് നോക്കൂ. അവരെ സംബന്ധിച്ച് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു. കുറെ ഊഹാപോഹങ്ങൾ പരത്താനും പറ്റി. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സ്ത്രീകളെ പൊതുമാധ്യമത്തിൽ മോശക്കാരാക്കാനും പറ്റി. ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന അവസരങ്ങൾ കൂടി മലയാള സിനിമയിൽ കുറയാനേ സാധ്യതയുള്ളൂ. പ്രൊഫഷണൽസായ അന്യസംസ്ഥാന നടിമാർ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കും. അതാണ് ഇതിൻ്റെ ബാക്കി പത്രം. ഇപ്പോൾ രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നടന്നിരുന്ന കുറേ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വരുന്നുണ്ട്. പണ്ടത്തെ അഭിമുഖങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അതിൽ രസകരമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ട്രോളായിട്ടൊരു സംഭവം കണ്ടതാണ്. മലയാള സിനിമ ഭരിക്കുന്ന 15 അംഗ പവർ ടീമിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നതെന്ന് പറഞ്ഞൊരു സംഭവമാണ്. കോമഡിയാണ് കേട്ടോ. 1 ജോൺ ഹോനായി, 2 പവനായി, 3 കൊപ്ര പ്രഭാകരൻ, 4 അനന്തൻ നമ്പ്യാർ, 5 മുണ്ടക്കൽ ശേഖരൻ, 6 മാമ്പറം ബാവ, 7 ഹൈദർ മരക്കാർ, 8 കടയാടി ബേബി, 9 കുന്നേൽ ഔദ, 10 കൊളപ്പുള്ളി അപ്പൻ, 11 വിക്രം ഗോർപ്പടെ, 12 മോഹൻ തോമസ്, 13 കിരിക്കാടൻ ജോസ്, 14 മിർസഖാൻ, 15 കീലേരി അച്ചു. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതിനെക്കുറിച്ച്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, കോപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.